ഹലോ എവറി വൺ, വെൽക്കം ടു ഗ്രീഷ്മാസ് ലേണിംഗ് സ്പേസ്. നമ്മൾ ഇന്ന് ആവറേജ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് RRB ഗ്രൂപ്പ് ഡിക്ക് ചോദിച്ച ചോദ്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. അപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ സെക്ഷനാണ്. നമ്പർ സിസ്റ്റം കഴിഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് ശരാശരി ആവറേജ് എന്ന് പറഞ്ഞ ചാപ്റ്റർ നോക്കാം. ക്വസ്റ്റ്യൻസ് മാക്സിമം മലയാളത്തിലും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ദ ആവറേജ് ഓഫ് 13 consecutive integers is 36. If 2 times the smallest of these 13 integers is added to the largest of these 13 integers, what will be the sum obtained? അടുത്തടുത്തുള്ള 13 പൂർണ്ണസംഖ്യകളുടെ ശരാശരി 36 ആണെന്ന് തന്നിട്ടുണ്ട്. അടുത്തടുത്തുള്ള 13 പൂർണ്ണസംഖ്യകളുടെ ശരാശരി 36 ആണ്. കൂട്ടത്തിലെ ഏറ്റവും ചെറിയ സംഖ്യയുടെ 2 മടങ്ങിനോട് ഏറ്റവും വലിയ സംഖ്യ കൂട്ടിയാൽ എത്ര കിട്ടും? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. കൂട്ടത്തിലെ ഏറ്റവും ചെറിയ സംഖ്യയുടെ 2 മടങ്ങിനോട് വലിയ സംഖ്യ കൂട്ടിക്കഴിഞ്ഞാൽ, കൂട്ടത്തിലെ ഏറ്റവും വലിയ സംഖ്യ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? ഇതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. സോ സ്റ്റാർട്ട് ചെയ്യാം. അടുത്തടുത്തുള്ള 13 നമ്പേഴ്സ് എന്ന് പറയുമ്പം ആവറേജ് എന്ന് പറയാൻ നമുക്കറിയാം. അടുത്തടുത്തുള്ള സംഖ്യകൾ, ഓഡ് നമ്പേഴ്സ്, ഈവൻ നമ്പേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ ആവറേജ് അല്ലെങ്കിൽ ശരാശരി എന്ന് പറഞ്ഞാൽ നടുക്ക് കിടക്കുന്നതാണ്, മിഡിൽ ടേം ആണ് അല്ലേ. 13 ടേംസ് ഉണ്ടെങ്കിൽ 6 ഇവിടെ വരും, പിന്നെ 13ാമത്തെ ഒരു നമ്പർ, പിന്നെ ഒരു 6 നമ്പർ വരും. ഇങ്ങനെയല്ലേ നമ്മുടെ പാറ്റേൺ എന്ന് പറയുന്നത്. 13 നമ്പേഴ്സ് ഉണ്ടെങ്കിൽ 1 2 3 4 5 6 നമ്പേഴ്സ് ഇവിടെ വരും. 3 4 5 6 നമ്പേഴ്സ് ഇവിടെ വരും. അപ്പോൾ 6 നമ്പേഴ്സ് പിന്നെ ഇത് ഒരു നമ്പറും കൂടെ ചേരുമ്പോൾ 13 സംഖ്യകളാവും. അപ്പോൾ ശരാശരി 36 എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ആ നടുക്ക് കിടക്കുന്ന സംഖ്യ 36 ആണ്. അപ്പോൾ കൂട്ടത്തിലുള്ള സംഖ്യയിൽ ഒരാളെ കണ്ടുപിടിച്ചു അല്ലേ. 13 സംഖ്യകളിൽ നടുക്ക് കിടക്കുന്ന ആൾ ആരാണ്? 36 ആണ്. അങ്ങനെയാണ് ഏറ്റവും വലുതിലോട്ട് പോകാനായിട്ട് 6ാമത്തെ സംഖ്യയിലോട്ട് പോകാൻ ഇവിടെ എത്താനായിട്ട് 1 കൂട്ടണം. അപ്പോൾ ഇവിടെ എത്താനായിട്ട് 6 കൂട്ടണ്ടേ. അപ്പോൾ 36ഉം 6ഉം എത്ര വരും? 36 പ്ലസ് 6 ചെയ്യുമ്പോൾ കിട്ടും അല്ലേ. 36 പ്ലസ് 6 എത്രയാണ്? 42. അപ്പോൾ ഏറ്റവും വലിയ നമ്പർ, കൂട്ടത്തിലെ ഏറ്റവും വലിയ നമ്പർ കിട്ടി, 42 ആണെന്ന് കിട്ടി അല്ലേ. ഇനി കൂട്ടത്തിലെ ഏറ്റവും ചെറിയ നമ്പർ കിട്ടാൻ ഇതേപോലെ 36ൽ നിന്ന് 6 സബ്ട്രാക്ട് ചെയ്താൽ കിട്ടും നമുക്ക് ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ അല്ലേ. അപ്പോൾ ഏറ്റവും ചെറിയ നമ്പർ 30 ആണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇത്രയും ചെയ്യാനായിട്ട് പറ്റും അല്ലേ. അതായത് 6 നമ്പേഴ്സ് അപ്പുറത്തും ഇപ്പുറത്തും വന്ന് 12 നമ്പറായി കറക്റ്റ് നടുക്ക് വരുന്ന നമ്പറിനെ നമുക്ക് അങ്ങനെ പിക്ക് ചെയ്യാനായിട്ട് പറ്റും. മനസ്സിലായോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? അപ്പോൾ അതായത് ഈ ഒരു പ്രോബ്ലം ചെയ്യാൻ നമുക്ക് വളരെ കുറച്ച് സ്റ്റെപ്പുകൾ മതി, ഒരുപാടൊന്നും ചെയ്യാനായിട്ടില്ല. ആവറേജ് എന്ന് പറഞ്ഞാൽ മിഡിൽ വാല്യൂ, ഈ ഒരു കോൺസെപ്റ്റാണ് നമുക്ക് വേണ്ടത്. ആവറേജ് എന്ന് പറയുമ്പോൾ കുറേ നമ്പേഴ്സിൻ്റെ മിഡിൽ കിടക്കുന്നതാണ് ആവറേജ്. അത് 36 ആണെങ്കിൽ 13 നമ്പേഴ്സ് മൊത്തം ഉണ്ടെങ്കിൽ ഇപ്പുറത്തും 6 നമ്പേഴ്സ് ഉണ്ട്, ഇപ്പുറത്തും 6 നമ്പേഴ്സ് ഉണ്ട്. സോ 6 നമ്പേഴ്സിൻ്റെ ഏറ്റവും ലെഫ്റ്റിലുള്ള നമ്പർ 30 ആയിരിക്കും, എന്നാലേ മിഡിൽ 36 വരും. അതുപോലെ 36 പ്ലസ് 6 42 ആയിരിക്കും ലാസ്റ്റ് നമ്പർ. സ്മോളസ്റ്റ് നമ്പറും ലാർജസ്റ്റ് നമ്പറും കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും ചെറിയ നമ്പറും വലിയ നമ്പറും ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ചോദ്യം എന്താണ്? ഏറ്റവും ചെറിയ നമ്പറിൻ്റെ ഡബിളിൻ്റെ കൂടെ 42 ആഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. 30യുടെ ഡബിൾ എന്ന് പറയുമ്പോൾ 30ൻ്റെ ഇരട്ടി എത്രയാണ്? 60 ആണ്. 60ൻ്റെ കൂടെ 42 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 102 കിട്ടും അല്ലേ. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 102 ആണ്. ക്ലിയർ ആണല്ലോ. അടുത്ത ചോദ്യം നോക്കാം. എ ബാറ്റ്സ്മാൻ സ്കോർഡ് റൺസ് ഇൻ ദ ലാസ്റ്റ് 5 innings as follows. If the average score is 43, then find his score in the 4th innings. That's the question. ഒരു ബാറ്റ്മാൻ 5 കളികളിൽ എടുത്ത റണ്ണുകളുടെ സ്കോർ ഡീറ്റെയിൽസ് ആണ് തന്നിരിക്കുന്നത് അല്ലേ. ഒന്നാമത്തെ ഇന്നിങ്സിൽ 92 റൺ എടുത്തു, രണ്ടാമത്തെ ഇന്നിങ്സിൽ 53 റൺ എടുത്തു, മൂന്നാമത്തെ ഇന്നിങ്സിൽ 35 റൺ എടുത്തു, നാലാമത്തെ ഇന്നിങ്സിൽ എത്ര റൺ എടുത്തെന്ന് അറിയില്ല, അഞ്ചാമത്തെ ഇന്നിങ്സിൽ 27 റൺ എടുത്തു. അങ്ങനെ ഈ റണ്ണുകളുടെ എല്ലാം കൂടെ ശരാശരി എത്രയാണ്? 43 ആണ്. റണ്ണുകളുടെ എല്ലാം കൂടെ ശരാശരി എന്ന് പറഞ്ഞാൽ 43 ആണ്. ശരാശരി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഈ 92ഉം ഈ 53ഉം ഈ 35ഉം ഈ 27ഉം അറിയാവുന്ന റണ്ണുകളെല്ലാം എഴുതി അല്ലേ. അറിയാവുന്ന റണ്ണുകളെല്ലാം എഴുതി. ഇനി ഒരു എക്സും കൂടെ ഉണ്ട്. ഇതെല്ലാം കൂടെ എഴുതി കൂട്ടിയിട്ട്
എത്ര കളികളുണ്ടായിരുന്നു? 5 കളി. അപ്പോൾ 5 കൊണ്ട് ഭാഗിക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 43 കിട്ടുന്നത്. അപ്പോൾ 92, 53, 35, 27 എല്ലാം കൂടെ കൂട്ടിയിട്ട് 5 കൊണ്ട് ഭാഗിക്കുമ്പോഴാണ് നമുക്ക് 43 കിട്ടുന്നത്. സോ ഇതെല്ലാം കൂടെ കൂട്ടുക, എന്നിട്ട് നമുക്ക് 5നെ അപ്പുറത്തോട്ട് കൊണ്ടുപോയി മൾട്ടിപ്ലൈ ചെയ്യാം. 92ഉം 53ഉം കൂടെ കൂട്ടുമ്പം എത്ര വരും? നമുക്ക് എഴുതി ഒന്ന് കൂട്ടി നോക്കാം അല്ലേ. 92, 53, 35, 27 ഇത്രയും സാധനങ്ങളെ ഒന്ന് കൂട്ടി നോക്കാം. 7, 5, 12, 3, 15, 2, 17. ഓക്കെ. 9, 1, 10, 15, 18, 20. 207 അധികം എക്സ് ഇസ് ഈക്വൽ ടു, ഈ 5 അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ 43 ഇൻറ്റു 5 ആവും, 215. ഓക്കെ ആണല്ലോ. സോ എക്സ് ഇസ് ഈക്വൽ ടു 215 മൈനസ് എന്ത് വരും? 207 വരും. 215 മൈനസ് 207 വരും. 215 നിന്ന് 207 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 8 ആണ്. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി 8. അപ്പം 4ാമത്തെ ഇന്നിങ്സിൽ സ്കോർ ചെയ്ത റൺ എന്ന് പറയുന്നത് 8 റണ്ണാണ്. 4ാമത്തെ ഇന്നിങ്സിൽ സ്കോർ ചെയ്ത റണ്ണ് 8 റണ്ണാണ്. പിന്നെ ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഇട്ട് ചെയ്യുന്നവർക്ക് വേണ്ടി ആ ഒരു മെത്തേഡും കൂടെ പറയാം. അത് വേണ്ടാത്തുള്ളവർ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ചോദ്യത്തിലോട്ട് പോയിക്കൊള്ളാം കേട്ടോ. 92 റണ്ണുണ്ട്, 53 റണ്ണുണ്ട്, 35 റണ്ണുണ്ട്, എക്സ് റണ്ണുണ്ട്, 27 റണ്ണുണ്ട്. ഇതിനെ എല്ലാത്തിൻ്റെയും കൂടെ ആവറേജ് എന്ന് പറയുന്നത് 43. അതായത് എല്ലാവരും ഈക്വൽ ആക്കുമ്പോൾ 43 ആവും. എല്ലാവരും ഈക്വൽ ആക്കുമ്പോൾ 43 ആവും. അതായത് 53, 43 ആവണമെങ്കിൽ ഒരു 10 എടുത്ത് മാറ്റണം അല്ലേ. 53, 43 ആവണമെങ്കിൽ ഒരു 10 എടുത്ത് മാറ്റണം. ആ 10 ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ എത്ര ആവത്തുള്ളൂ? 37 ആവത്തുള്ളൂ. ഇനി 37ൻ്റെ കൂടെ എത്രയും കൂടെ വേണം 43 ആവാൻ? ഒരു 6 വേണം. ആ 6 എവിടെ നിന്ന് കിട്ടും? 92ൽ ഒരുപാട് അധികം കിടപ്പുണ്ട്. അതിൽ എത്ര എണ്ണം ഇവർക്കെല്ലാം കൊടുക്കാൻ പറ്റും എന്ന് നോക്കാം. 92നെ 43ലോട്ട് മാറ്റുമ്പം 92 മൈനസ് 43 എന്ന് പറയുമ്പം എത്ര വരും? 49 വരും. 49 വരും അല്ലേ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഈ 49ൽ ഇവർക്ക് എത്രയായിരുന്നു വേണ്ടത്? 10 കൊടുത്ത് 37 ആയി. 43 ആവാനായിട്ടൊരു 6 വേണം. ആ 6 കൊടുത്തു കഴിയുമ്പോൾ ഇനി ബാക്കിയുള്ളത് 43 ആണല്ലേ. ആ 43നെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പം ഇവിടെ ഇനി വേണ്ടത് 43 ആവാനായിട്ട് 8 വേണം. ആ 8ഉം കൂടെ കൊടുത്തു കഴിയുമ്പോൾ നമുക്കുള്ളത് 35 ആണ്. ഇവിടെയും 43, ബാക്കി എല്ലായിടും 43, 35 ആണ്. അപ്പോൾ 35 കൊടുത്തപ്പോഴാണ് ഇവർ 43 ആയെങ്കിൽ 35 8 43. സോ 8 ആയിരുന്നു ഈ സംഖ്യ. ഇങ്ങനെ ഡിസ്ട്രിബ്യൂഷൻസ് ഫാസ്റ്റ് ആയിട്ടുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഫാസ്റ്റ് അല്ല, തലവേദനയാണ് എങ്കിൽ മറ്റേ മെത്തേഡ് മതി. ആഡ് ചെയ്യണം, ഡിവൈഡ് ചെയ്യണം എന്നുള്ള സംഭവമേ ഉള്ളൂ. അതും ഓക്കെ ആണേ. സോ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ. 11ൻ്റെ ആദ്യത്തെ 12 ഗുണിതങ്ങളുടെ ശരാശരി എത്രയാണെന്നായിരുന്നു അടുത്തൊരു ചോദ്യം ചോദിച്ചത്. ദ ആവറേജ് ഓഫ് ഫസ്റ്റ് 12 മൾട്ടിപ്പിൾസ് ഓഫ് 11. 11ൻ്റെ ആദ്യത്തെ 12 ഗുണിതങ്ങളുടെ ശരാശരി കണ്ടുപിടിക്കാൻ ആയിരുന്നു ചോദിച്ചത്. എങ്ങനെ കണ്ടുപിടിക്കും? 11ൻ്റെ ആദ്യത്തെ 12 ഗുണിതങ്ങളുടെ ശരാശരി. നടുക്കുള്ള വാല്യൂ കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ ശരാശരി കണ്ടുപിടിക്കാൻ ഒരു കുറേ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് തന്നിരുന്നാൽ, കുറേ മൾട്ടിപ്പിൾസ് തന്നിരുന്നാൽ, കുറേ ഓഡ് നമ്പേഴ്സ്, കുറേ ഈവൻ നമ്പേഴ്സ് ഒക്കെ തന്നിരുന്നാൽ നമുക്ക് മിഡിൽ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി അല്ലേ. ആവറേജ് കണ്ടുപിടിക്കാൻ മിഡിൽ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. അതായത് ഒരു സീരീസ് അരിത്തമെറ്റിക് പ്രോഗ്രഷനിലാണെങ്കിൽ, AP-യിലാണെങ്കിൽ, സമാന്തര ശ്രേണിയിലാണെങ്കിൽ കുറേ നമ്പേഴ്സ് ആവറേജ് കണ്ടുപിടിക്കാൻ വേണ്ടി തരുന്നത് സമാന്തര ശ്രേണിയിലാണെങ്കിൽ ആ സംഖ്യകളുടെ ആവറേജ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ആദ്യത്തെ നമ്പറും അവസാനത്തെ നമ്പറും കൂടെ കൂട്ടിയിട്ട് 2 കൊണ്ട് ഭാഗിച്ചാൽ മതി. ആദ്യത്തെ സംഖ്യയും അവസാനത്തെ സംഖ്യയും കൂടെ കൂട്ടിയിട്ട് 2 കൊണ്ട് ഭാഗിച്ചാൽ മതി. 11ൻ്റെ ഗുണിതങ്ങൾ നോക്കുമ്പോഴേ ഒന്നാമത്തെ ഗുണിതം എന്ന് പറയുന്നത് 11 അല്ലേ. 11ൻ്റെ ഒന്നാമത്തെ ഗുണിതം എന്ന് പറയുന്നത് 11. ഫസ്റ്റ് മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ 11. അപ്പം 12ോ 12ാമത്തെ ഗുണിതം ഏതായിരിക്കും? 12 × 11 ആയിരിക്കും അല്ലേ, 132. അപ്പോൾ ആദ്യത്തെ ഗുണിതം 11, അടുത്ത
അവസാനത്തെ ഗുണിതം 132. ആവറേജ് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ഫസ്റ്റ് നമ്പറും ലാസ്റ്റ് നമ്പറും കൂടെ ആഡ് ചെയ്തിട്ട് ബൈ 2 ചെയ്താൽ മതി. കാരണം 11ൻ്റെ ഗുണിതം എന്നൊക്കെ പറഞ്ഞാൽ 11, 22, 33, 44, 11 കൂട്ടി കൂട്ടി പോവല്ലേ, സമാന്തര ശ്രേണിയിലല്ലേ, അരിത്തമെറ്റിക് പ്രോഗ്രഷൻ അല്ലേ, ഒരു കോമൺ ഡിഫറൻസ് ഉള്ളതിനെയാണല്ലോ സമാന്തര ശ്രേണി എന്ന് പറയുന്നത്. അപ്പോൾ സമാന്തര ശ്രേണിയിലായതുകൊണ്ട് ആദ്യത്തെ നമ്പറും അവസാനത്തെ നമ്പറും കണ്ടുപിടിക്കുക, കൂട്ടുക, 2 കൊണ്ട് ഭാഗിക്കുക. സോ അപ്പം നമുക്ക് എത്ര കിട്ടും? 132 11 കൂടെ കൂട്ടുമ്പോൾ 143 ഭാഗം 2 എന്ന് വരും. ഭാഗിക്കുമ്പം 7 2 14, 1 2.5 71.5. അവിടെ നമുക്ക് ആൻസർ ഓപ്ഷൻ ബി കിട്ടും. മനസ്സിലായോ? അപ്പം അരിത്തമെറ്റിക് പ്രോഗ്രഷനിലാണെങ്കിൽ ആദ്യത്തെ സംഖ്യയും അവസാനത്തെ സംഖ്യയും കൂടെ കൂട്ടിയിട്ട് 2 കൊണ്ട് ഭാഗിച്ചാൽ മതി. അരിത്തമെറ്റിക് പ്രോഗ്രഷനിലാണ്, സമാന്തര ശ്രേണിയിലാണ് കുറേ സംഖ്യകളെങ്കിൽ, ഫോർ എക്സാമ്പിൾ ആദ്യത്തെ 10 ഒറ്റ സംഖ്യകളുടെ ശരാശരി, ആദ്യത്തെ 10 ഒറ്റ സംഖ്യകൾ എന്ന് പറയുമ്പോൾ 1 3 5 സമാന്തര ശ്രേണിയിലല്ലേ, 2 കൂടി പോവല്ലേ, മനസ്സിലായോ? അപ്പം ആദ്യത്തെ സംഖ്യയും അവസാനത്തെ സംഖ്യയും കണ്ടുപിടിച്ചിട്ട് കൂട്ടിയിട്ട് 2 കൊണ്ട് ഭാഗിച്ചാൽ മതി. അങ്ങനെ സമാന്തര ശ്രേണിയിൽ തരുന്ന ഏത് ചോദ്യം ചോദിച്ചാലും ആദ്യത്തെ സംഖ്യയും അവസാനത്തെ സംഖ്യയും കണ്ടുപിടിക്കുക, കൂട്ടിയിട്ട് 2 കൊണ്ട് ഭാഗിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. The average of 70 values is 40. If each value is multiplied by 20, what will be the changed average എന്നാണ് ചോദ്യം. 70 സംഖ്യകളുടെ ശരാശരി 40 70 സംഖ്യകളുടെ ശരാശരി 40. ഓരോ സംഖ്യയും 20 കൊണ്ട് ഗുണിച്ചാൽ ശരാശരി എത്രയാകും? സംഖ്യകളെ എല്ലാം 20 കൊണ്ട് ഗുണിക്കുന്നെന്നോ 20 കൊണ്ട് കൂട്ടുന്നെന്നോ 20 കൊണ്ട് ഭാഗിക്കുന്നോ ഇങ്ങനെ എന്തെങ്കിലും തന്നിരുന്നാൽ നമ്മൾ മൊത്തത്തിൽ ആവറേജിനെയും സെയിം അത് തന്നെ ചെയ്താൽ മതി. ഇവിടെ നമ്മൾ സംഖ്യകളെ എല്ലാം 20 കൊണ്ട് ഗുണിക്കുന്നു, അപ്പോൾ ശരാശരിയും എന്ത് ചെയ്താൽ മതി? 20 കൊണ്ട് ഗുണിച്ചാൽ മതി. നമ്മുടെ ശരാശരി എന്തായിരുന്നു? 70 സംഖ്യകളുടെ ശരാശരി 40 ആയിരുന്നു അല്ലേ? 70 സംഖ്യകളുടെ ശരാശരി 40 ആയിരുന്നു. എല്ലാ സംഖ്യ 20 കൊണ്ട് ഗുണിച്ചാൽ ശരാശരി 20 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ എത്ര വരും? 800. അപ്പോൾ നമ്മുടെ ശരാശരി എത്രയായി? 800. എല്ലാ സംഖ്യ 20 കൊണ്ട് ഗുണിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരാശരി 20 കൊണ്ട് ഗുണിച്ചാൽ നമ്മുടെ പുതിയ ശരാശരി കിട്ടും. അപ്പോൾ അത് ഓക്കെയാണ്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. The average sale of cars by a dealer per day in the month of March other than Saturdays and Sundays is 125. ഗ്രൂപ്പ് ഡിക്ക് ചോദിച്ച അത്യാവശ്യം നിലവാരമുള്ള ആവറേജിൻ്റെ ഒരു ചോദ്യം ഇത് ചെയ്ത് പഠിച്ചാൽ നല്ലതാണ്. പിന്നെ എല്ലാ ക്വസ്റ്റ്യൻസും കുറച്ച് സിമ്പിൾ ആയിരുന്നു, കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ടഫ് ലെവൽ ചോദിച്ചുള്ളൂ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് തോന്നുന്നു കുറച്ച് ചിന്തിച്ച് ചെയ്യാനുള്ളൊരു ചോദ്യമായിരുന്നു. The average sale of cars by dealer per day in the month of March. മാർച്ച് മാസത്തിൽ എന്തൊക്കെ ഡേറ്റേഴ്സാണ് തന്നിരിക്കുന്നത് വെച്ചാൽ ശനിയും ഞായറും ഒഴിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആവറേജ് സെയിൽ 125. ശനിയാഴ്ചയും ഞായറാഴ്ചയും കൂട്ടാതെ തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ആവറേജ് സെയിൽ നോക്കിക്കഴിഞ്ഞാൽ 125. അതുപോലെ ആവറേജ് സെയിൽ ഓഫ് കാർസ് പെർ ഡേ ഓൺ സൺഡേസ്, എല്ലാ സൺഡേയിലെയും കൂടെ ആവറേജ് നോക്കിക്കഴിഞ്ഞാൽ 150 ആണ്. അങ്ങനെയാണെങ്കിൽ വോട്ട് ഈസ് ദ ആവറേജ് സെയിൽ ഓഫ് കാർ പെർ ഡേ ഓൺ സാറ്റർഡേ? സാറ്റർഡേയിലെ കാറുകളുടെ ആവറേജ് സെയിൽ എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഗിവൺ ഡേറ്റാസ് ഉണ്ട്. മാർച്ച് 3 ശനിയാഴ്ചയാണെന്ന് തന്നിട്ടുണ്ട്. അതായത് ആ മാസത്തിലെ ആദ്യത്തെ ശനിയാഴ്ച എന്ന് പറയുന്നത് മാർച്ച് 3 ഓക്കെ, ആ ഒരു ഡേറ്റയും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എല്ലാ മാസത്തെയും കൂടെ ആവറേജ് സെയിൽ ഓഫ് കാർസ് പെർ ഡേ ഫോർ ദ ഹോൾ മന്ത്, ആ മാസം മുഴുവനായിട്ടുള്ള ഡേയ്സിലെ ആവറേജ് എന്ന് പറഞ്ഞാൽ 130 മാർച്ച് എന്ന് പറയുമ്പോൾ എത്ര ദിവസങ്ങളുണ്ട്? മാർച്ചിൽ 31 ദിവസങ്ങളുണ്ട്. ഈ 31 ദിവസങ്ങളിൽ തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള എത്ര ദിവസങ്ങളുണ്ടെന്ന് നോക്കണം, ശനിയാഴ്ച എത്ര ദിവസങ്ങളുണ്ടെന്ന് നോക്കണം, ഞായർ എത്ര ദിവസങ്ങളുണ്ടെന്ന് നോക്കണം. എന്നിട്ട് നമ്മുടെ നമ്പർ ബാലൻസിങ് മെത്തേഡ് നമ്മൾ ഓൾറെഡി ക്ലാസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അറിയാത്തവർ അതൊന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പ്രോബ്ലം ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ മാർച്ച് 3 മാർച്ച് മാസത്തെ ഒരു ഡേറ്റ് എടുത്ത് കഴിയുമ്പോൾ 1 2 3 അതിൽ മാർച്ച് 3 സാറ്റർഡേ ആണ്. അപ്പോൾ 4 സൺഡേ ആയിരിക്കും. മാർച്ച് 3 സാറ്റർഡേ ആയിരിക്കുമെങ്കിൽ 4 സൺഡേ ആയിരിക്കും അല്ലേ? അപ്പം 1 2 3 4 ഇങ്ങനെ വരും. പിന്നെ മൺഡേ ട്യൂസ്ഡേ അങ്ങനെ വരും. അപ്പോൾ ഇവിടെ ഫ്രൈഡേ ആണെങ്കിൽ ഇവിടെ തേഴ്സ്ഡേ. അപ്പോൾ ആ മാർച്ച് മാസം സ്റ്റാർട്ട് ചെയ്യുന്നത് തേഴ്സ്ഡേ, വ്യാഴാഴ്ച 1-ാം തീയതിയാണ്, വെള്ളിയാഴ്ച 2-ാം തീയതിയാണ്, ശനി 3-ാം തീയതി. ആ ഒരു രീതിയിലാണ് പോകണം. അപ്പം എത്ര തേഴ്സ്ഡേയ്സ് വരും? നെക്സ്റ്റ് അടുത്ത തേഴ്സ്ഡേ വരുന്ന 8 അല്ലേ, +7 ചെയ്താൽ മതി. അടുത്ത തേഴ്സ്ഡേ വരുന്നത് 15-ാം തീയതി, അടുത്ത തേഴ്സ്ഡേ വരുന്നത്
22 അല്ലേ? അപ്പോൾ എത്ര തേഴ്സ്ഡേയ്സ് ഉണ്ട് അത് കൗണ്ട് ചെയ്യണം നമ്മൾ. തേഴ്സ്ഡേ എത്ര എണ്ണം ഉണ്ട്, അതുപോലെ തന്നെ സാറ്റർഡേ എത്രയുണ്ട്, സൺഡേ എത്രയുണ്ട്, അത് കൗണ്ട് ചെയ്യണം. അപ്പോൾ എത്ര സാറ്റർഡേ വരും, എത്ര തേഴ്സ്ഡേ വരും എന്ന് കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് 29. അപ്പോൾ ഇത്രയും ഡേയ്സ് ആണ് വരുന്നത്. നമുക്കറിയാം മാർച്ച് മൊത്തത്തിൽ 31 ദിവസമുണ്ട്. തേഴ്സ്ഡേ ആണ് 1-ാം തീയതി. അടുത്ത തേഴ്സ്ഡേ എന്ന് പറയുമ്പോൾ 7 കൂട്ടുമ്പോൾ 8 കിട്ടും. അടുത്ത തേഴ്സ്ഡേ എന്ന് പറഞ്ഞാൽ 8ൻ്റെ കൂടെ 7 കൂട്ടുമ്പോൾ കിട്ടും 15. അതിൻ്റെ അടുത്ത തേഴ്സ്ഡേ എന്ന് പറഞ്ഞാൽ 15 + 7 കൂട്ടുമ്പോൾ കിട്ടും 22. 22 7 29. അടുത്ത ഫ്രൈഡേ 30 ആണ്, സാറ്റർഡേ 31 ആണ്. അപ്പോൾ എത്ര സാറ്റർഡേയ്സ് ഉണ്ട്? 1 2 3 4 5 സാറ്റർഡേയ്സ് ഉണ്ട് അല്ലേ? 5 സാറ്റർഡേയ്സ് ഉണ്ട്. സാറ്റർഡേയ്സ് 5 എണ്ണം ഉണ്ട് ആ ഒരു മന്തിൽ. സാറ്റർഡേ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5 എണ്ണം ഉണ്ട്. സൺഡേയ്സ് പക്ഷേ ഇവിടെ ഓർമ്മയില്ലല്ലോ, 4 എണ്ണേ ഉള്ളൂ അല്ലേ? സൺഡേ എത്രയേ ഉള്ളൂ? 4 ഉള്ളൂ. സൺഡേ 4 ഉള്ളൂ. അപ്പോൾ 5 സാറ്റർഡേയും 4 സൺഡേയും കഴിഞ്ഞ് ബാക്കി മൺഡേ ടു ഫ്രൈഡേ. അപ്പോൾ എത്ര ദിവസമുണ്ട്? 31-ൽ 1 അങ്ങ് പോയി. 31-ൽ 1 പോയി 5 4 9 അങ്ങ് പോയി. അപ്പോൾ ബാക്കി എത്രയാണ്? 31-ൽ 9 പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് മൺഡേ ടു ഫ്രൈഡേയുടെ എണ്ണമാണ്. 5 സാറ്റർഡേ ഉണ്ട്, 4 സൺഡേ ഉണ്ട്. അങ്ങനെ 9 ദിവസം മാറിയേ ബാക്കി 31-ൽ നിന്ന് ഈ 9 സബ്ട്രാക്ട് ചെയ്താൽ എത്ര കിട്ടുമോ അതായിരിക്കും മൺഡേ ടു ഫ്രൈഡേ എന്ന് പറയുന്നത്. പിടികിട്ടിയല്ലോ? അപ്പം 20 എത്ര വരും? 22 ദിവസം വരും അല്ലേ? 22 ദിവസം മൺഡേ ടു ഫ്രൈഡേ എന്ന് പറയുമ്പോൾ 22 ദിവസം വരും. മൺഡേ ടു ഫ്രൈഡേ മൊത്തത്തിൽ 22 ദിവസമുണ്ട്. അപ്പോൾ 22 ദിവസം, തിങ്കൾ മുതൽ വെള്ളി വരെ ഒരു 22 ദിവസം, സാറ്റർഡേ സൺഡേ 4 ദിവസം, സാറ്റർഡേ 5 ദിവസം. അങ്ങനെയാണ് 22 4 26 5 31 ദിവസമാവുന്നത്. ഈ തന്നിരിക്കുന്ന ആവറേജുകൾ നമ്പർ ബാലൻസിങ് മെത്തേഡാണ് ചെയ്യാൻ പോണത്. നമുക്ക് എത്ര ദിവസങ്ങളുണ്ടെന്ന് കഴിഞ്ഞാൽ ആവറേജുകൾ എടുത്ത് മുകളിൽ എഴുതാം അല്ലേ? 22 ദിവസങ്ങളുടെ ആവറേജ് എത്രയാണ്? ശനി ഞായറും കൂട്ടാതുള്ള ആവറേജ് 125 ആണ്. ഇനി 4 ദിവസം സൺഡേയിലെ ആവറേജ് എത്രയാണ്? 150 ആണ്. സാറ്റർഡേയിലെ ആവറേജ് എത്രയാണ്? അതാണ് കണ്ടുപിടിക്കേണ്ടത്. ബാക്കി മൊത്തത്തിലുള്ള ആവറേജ് എത്രയാണ്? 130 ആണ്. സോ ഇത്രയും നമ്മുടെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. സോ നമുക്ക് 125 കൊണ്ട് സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ ഇത് ക്യാൻസൽ ആവും. ഇവിടുന്ന് 125 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 25 ആണ്. ഇവിടുന്ന് 125 സബ്ട്രാക്ട് ചെയ്യാം. ഇവിടുന്ന് 125 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 5 ആണ്. ഓക്കെ, നമ്പർ ബാലൻസിങ് മെത്തേഡ് അറിയത്തില്ലെങ്കിൽ ആവറേജിൻ്റെ ബേസിക് ക്ലാസ്സുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്, അത് നോക്കുക കേട്ടോ. 25 × 4 100 ആണ്, പ്ലസ് 5 × x - 125 is equal to 31 × 5 155. So 5 × x - 125 is equal to 55 എന്ന് വരും. സോ x - 125 എന്ന് പറയുന്നത് 11 വരും. x is equal to 125 plus 11. ബാക്കി കാൽക്കുലേഷൻ ആണ് 136 കിട്ടും. 136 ആണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. There are 20 members in a group A, 32 members in group B, and 28 members in group C. All the members of these groups went to a restaurant. The average amount spent on each members of a group A, B, C is 120, 125, 100 respectively. The total average amount spent per member is. ചോദ്യം എന്താണ് പറയുന്നത്? 20 പേരുള്ള എ എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ നിന്നും 32 പേരുള്ള ബി എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. 22 അംഗങ്ങളടങ്ങിയ സി എന്ന് പറഞ്ഞ ഗ്രൂപ്പുണ്ട്. 20 അംഗങ്ങളടങ്ങിയ ഗ്രൂപ്പ് എ, 32 അംഗങ്ങളടങ്ങിയ ഗ്രൂപ്പ് ബി, 28 അംഗങ്ങളടങ്ങിയ ഗ്രൂപ്പ് സി. അപ്പം ഓൾ ദ മെമ്പേഴ്സ് ഓഫ് ദീസ് ഗ്രൂപ്പ്സ് വെൻറ്റ് ടു എ റെസ്റ്റോറൻറ്റ്. ഇവരെല്ലാവരും കൂടെ റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞപ്പം ദ ആവറേജ് എമൗണ്ട് സ്പെൻഡ് ഓൺ ഈച്ച് മെമ്പർ ഓഫ് ഗ്രൂപ്പ് എ, ബി ആൻഡ് സി ഈസ് 120. അതായത് എയുടെ ആവറേജ് എന്ന് പറയുന്നത് 120. അതായത് 20 മെമ്പേഴ്സിൻ്റെ ആവറേജ് 120 ആണ്. 32 മെമ്പേഴ്സിൻ്റെ ആവറേജ് 125 ആണ്. 28 മെമ്പേഴ്സിൻ്റെ ആവറേജ് 100 ആണ്. വെയിറ്റ് ആവറേജ് തന്നിരിക്കുന്നത് അല്ലേ? 20 പേരും കൂടെ ചേർന്നുള്ള ആവറേജാണ് 120. 32 പേരും കൂടെ ചേർന്നുള്ള ആവറേജാണ് 125. 28 പേര് ചേർന്നുള്ള ആവറേജാണ് 100. അങ്ങനെയാണ് ടോട്ടൽ ആവറേജ്. ഒരു നോർമൽ മെത്തേഡിൽ ചെയ്യുവാണെങ്കിൽ നമ്മുടെ നമ്പർ ആവറേജ് സം മെത്തേഡ് മതി. നമ്പർ ആവറേജ് സം മെത്തേഡ്
20 പേരുടെ ആവറേജ് 120 ആണെങ്കിൽ ടോട്ടൽ 240 കാരണം സം എന്ന് പറഞ്ഞാൽ നമ്പർ ഇൻറ്റു ആവറേജ് എന്നാണല്ലോ. സം എന്ന് പറഞ്ഞാൽ നമ്പർ ഇൻറ്റു ആവറേജ് ആണ്. കാരണം ആവറേജ് എന്ന് പറഞ്ഞാൽ സം ഡിവൈഡഡ് ബൈ നമ്പർ ആണല്ലേ. സോ 20 മെമ്പേഴ്സിൻ്റെ ആവറേജ് 120 ആണെങ്കിൽ ടോട്ടൽ എത്രയുണ്ട്? 240. അതുപോലെ 32 പേരുടെ ആവറേജ് 125 ആണ്. സം നമ്പറും ആവറേജും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? സം കിട്ടും. സോ 125 ഇൻറ്റു 32 ചെയ്യാം. എത്ര വരും? 5, 15, 7, 3, 0, 10, 4. 4000 വരും അല്ലേ? 4000. ഓക്കെ. അല്ലെങ്കിൽ 32ൻ്റെ പകുതി 16, 125ൻ്റെ ഇരട്ടി 250. ഇങ്ങനെ പകുതിയാക്കി ഡബിളാക്കി ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ, അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം. 16ൻ്റെ പകുതി 8, 250ൻ്റെ ഡബിള് 500. നോക്കി, ഇത് മൾട്ടിപ്ലൈ ചെയ്താലും മതിയായിരുന്നല്ലോ. അതായത് 125 ഇൻറ്റു 32 ചെയ്യേണ്ട കാര്യമില്ല. ട്രിക്കി മെത്തേഡ്സ് ഉണ്ട് നമുക്ക്. ഓക്കെ. എങ്ങനെയാണ് ചെയ്യുന്നത്? ട്രിക്കി മെത്തേഡിൽ എങ്ങനെയാണ് ചെയ്യുന്നത്? 32നെ 120. ഇത് പല പ്രാവശ്യം എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നാൽ ഒരു പ്രാവശ്യം കൂടെ പറയാം. 32 ഇൻറ്റു 125 ചെയ്യാനായിട്ട് ഇതിൻ്റെ പകുതി എടുക്കണം, ഇതിൻ്റെ ഡബിളും എടുക്കണം. 32ൻ്റെ പകുതി 16, 125ൻ്റെ പകുതി ഡബിൾ 250. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യാൻ പാടാം അല്ലേ. അപ്പോൾ വീണ്ടും ഇതേ പ്രോസസ്സ്. 16ൻ്റെ പകുതി 8 250ൻ്റെ ഡബിൾ 500. ഇത് മൾട്ടിപ്ലൈ ചെയ്യാൻ എളുപ്പമല്ലേ. സോ നമുക്ക് എത്ര കിട്ടും? 4000. അതുപോലെ 28 ഇൻറ്റു 100 ആണ് അടുത്ത ടേം ചെയ്യേണ്ടത്, 2800. ഇവിടെ ഒരു 0 എക്സ്ട്രാ ഉണ്ടല്ലേ. 240 അല്ല, 2400, സോറി. അപ്പോൾ ഇത്രയും പേരുടെ ആവറേജ് കിട്ടി. 20 പേര്, 32 പേര്, 28 പേര്. ഇവരെ എല്ലാവരുടെയും കൂടെ ആവറേജ് എന്ന് പറയുമ്പോൾ ഇത് ടോട്ടൽ എത്ര പേരുണ്ട്? 60, 20, 80 പേരുണ്ട്. 80 പേരുടെ സമ്മാണ് 0, 0, 12, 1, 9200. അപ്പോൾ ആവറേജ് എന്ന് പറഞ്ഞാൽ സം ഡിവൈഡഡ് ബൈ നമ്പർ. എയുടെയും ബിയുടെയും സിയുടെയും ടോട്ടൽ സം എന്ന് പറയുന്നത് 9200 ആണ്. ഡിവൈഡഡ് ബൈ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ എണ്ണം 80 അല്ലേ, 80 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. സോ 0, 0 ക്യാൻസൽ ആവും. 1 ഇൻറ്റു 8, 8. 8 കൊണ്ട് കട്ട് ചെയ്യുവാണ്. 1 ഇൻറ്റു 8, 8. ബാലൻസ് 1 ആണ്. 12 വരും. ദെൻ 1 ഇൻറ്റു 8, 8 അഗെയിൻ 40 വരും. 5 ഇൻറ്റു 8, 15, 40. 115 എന്ന് വരും. 115 എന്ന് വരും. സോ ആവറേജ് എത്ര കിട്ടി? 115. ഇങ്ങനെ ഒരു മെത്തേഡ് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ നമ്പർ ബാലൻസിങ് മെത്തേഡ് ഇട്ട് ചെയ്യാം. അതായത് 20ഉം 32ഉം 28ഉം ഒന്ന് കട്ട് ചെയ്ത് നമുക്ക്, എനിക്ക് തോന്നുന്നു 4 കൊണ്ട് കട്ട് ചെയ്യാം. 5, 8, 7. അപ്പോൾ 5 + 8 + 7 ഇത്രയും ഗ്രൂപ്പാക്കി വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. 8, 5, 13, 7, 20 പേര്. ഇതാകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ എളുപ്പമുണ്ട്. ഒത്തിരി മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരുന്നില്ല. അതായത് ആദ്യത്തെ സെറ്റിൻ്റെ ആവറേജ് 120 ആയിരുന്നു, അടുത്ത സെറ്റിൻ്റെ ആവറേജ് 125 ആയിരുന്നു, അടുത്ത സെറ്റിൻ്റെ ആവറേജ് 100 ആയിരുന്നു. ടോട്ടൽ ആവറേജ് കണ്ടുപിടിക്കണം. സോ കൂടുതലുള്ള ഒരു ആവറേജ് കൊണ്ട് സബ്ട്രാക്ട്, നമ്പർ ആവറേജ് സം മെത്തേഡ് അറിയാവുന്നവർ അങ്ങനെ ഫോളോ ചെയ്യാം. നമ്പർ ബാലൻസിങ് മെത്തേഡാണ് പറയുന്നത്. നമ്പർ ബാലൻസിങ് മെത്തേഡ് ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു സെക്ഷൻ ചെയ്തിട്ടുണ്ട്. സോ ഡൗട്ട് ഉണ്ടെങ്കിൽ ആ സെക്ഷൻ നോക്കി പഠിച്ചതിന് ശേഷം നോക്കുക കേട്ടോ. അപ്പോൾ കൂട്ടത്തിൽ ചെറിയ നമ്പർ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഈ ടേം പോവും. ഇതിൽ നിന്ന് 100 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 20, ഇതിൽ നിന്ന് 100 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 25, ഇതിൽ നിന്നും 100 സബ്ട്രാക്ട് ചെയ്യണം. 5 ഇൻറ്റു 20 100 വരും. 8 ഇൻറ്റു 25 അല്ലെങ്കിൽ 4 ഇൻറ്റു 50 അല്ല 200 വരും. അതുപോലെ ഈ ടേം പോയി 20 ഇൻറ്റു x-100 എന്ന് വരും. സോ 300 എന്ന് പറയുന്നത് എന്ത് വരും? 300/20 എന്ന് വരും. 0 ക്യാൻസൽ ചെയ്തു, 15 വരും. സോ എക്സ് ഇസ് ഈക്വൽ ടു 115. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വലിയ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യേണ്ടി വരുന്നില്ല. ഈ ഒരു മെത്തേഡിൽ ഒരു 3 മൾട്ടിപ്ലിക്കേഷൻ, ഒരു ഡിവിഷൻ വേണം. ഈ മെത്തേഡിലാണ് നമ്പർ ബാലൻസിങ് മെത്തേഡ് ആണെങ്കിൽ അങ്ങനെ ഒരു മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് വേണ്ടി വരുന്നില്ല. അതാണ് ഈ ഒരു മെത്തേഡിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. എ ക്ലാസ് ഓഫ് 20 സ്റ്റുഡൻസ് took a science test. 8 students had an average score of 60. The remaining students has an average of 40. 20 സ്റ്റുഡൻസിൽ 8 സ്റ്റുഡൻസിൻ്റെയും കാര്യം പറയുന്നുണ്ട്, 12 സ്റ്റുഡൻസിൻ്റെയും കാര്യം പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്പർ ബാലൻസിങ് മെത്തേഡ് വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ നമ്പർ ആവറേജ് സം മെത്തേഡ് വെച്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഞാനൊരു വർക്കായിട്ട് തരുവാണ്, നിങ്ങൾ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ സെക്ഷൻ നമ്മളിന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പ് ഡിക്ക് ചോദിച്ച ആവറേജിൻ്റെ
കുറേ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്പർ ആവറേജ് സം മെത്തേഡ്, നമ്പർ ബാലൻസിങ് മെത്തേഡ്, അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് എല്ലാം ഓരോ ടൈപ്പ് 1 ടൈപ്പ് 2 ആയിട്ട് ഓൾറെഡി വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ അത് കാണുക. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു ഓൾ.